ടോമോയിലെ കായികമേള. മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരപൂർവത. ഇതര എലിമെൻ്ററി സ്കൂളിലേതിനു തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം, വടംവലിയും 3 കാലിലോട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. ഉദാഹരണത്തിന് മീൻവായിലൂടെയുള്ള ഓട്ടമെടുക്കാം. മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻവായിലൂടെ ഓട്ടം അവസാനിക്കുന്നു. ടോമോയിലാകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട. ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായയിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടോട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച് ഹോയ് ഹോ ഹോയ് ഹോ എന്ന ആർപ്പുവിളിയുമായി കൊബായാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസാരമെന്ന് തോന്നാം, പക്ഷെ പടവുകൾ അസാധാരണമാവിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവയ്പിലും 1 പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ അന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. ടോട്ടോച്ചാന്റെയും 1ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തക്കഹാഷി എല്ലാ ഇനത്തിലും 1ാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തക്കഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകകൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവനതാ തിരിച്ചിറങ്ങി ഏതാനും വരെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തക്കഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഈ തക്കഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ, പറ്റില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവന് തന്നെ. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല.
വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും. പക്ഷേ കടമ്പുകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവൃത്തിയുള്ളൂ. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തക്കാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്. എല്ലാറ്റിലും ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ, രണ്ടാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്, മൂന്നാം സമ്മാനം ഒരു പിടി ചീര, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ആർക്കറിയാം, തക്കാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ. ടോട്ടോചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, തെത്സുക്കോ കുറോയാനുഗി, വിവർത്തനം അൻവർ അലി. വായിക്കാം, കണ്ടെത്താം, എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. ഈ പ്രവർത്തനം ചെയ്യാനായി ടീച്ചർ കുട്ടികളെ 4 ഗ്രൂപ്പായി തിരിക്കും. ഗ്രൂപ്പ് 1 മീൻവായിലോട്ടം, ഗ്രൂപ്പ് 2 വടംവലി, ഗ്രൂപ്പ് 3 റിലേ, ഗ്രൂപ്പ് 4 സമ്മാനം. ഗ്രൂപ്പ് 1 മീൻവായിലോട്ടം. അവർ ആ മീൻവായിലോട്ടത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് കണ്ടെത്തി എഴുതണം. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ലഭ്യമായ വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചവ. മീനിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ദിഗ്ഭ്രമമുണ്ടാവാൻ സാധ്യതയുണ്ട്. കളി നിയമങ്ങൾ ഉണ്ടായിരുന്നു. വായിലൂടെ കടന്ന് വലറ്റത്തുകൂടി പുറത്തു വരണം. ഉള്ളിൽ ഇരുട്ടായതിനാൽ വഴിതെറ്റാൻ സാധ്യത കൂടുതലാണ്. മീൻവായിലോട്ടത്തിൻ്റെ സവിശേഷതകളാണ് ആ ഗ്രൂപ്പ് എഴുതേണ്ടത്. അടുത്ത ഗ്രൂപ്പ് വടംവലി ആണ്. ആ ഗ്രൂപ്പിന് എന്തൊക്കെ സവിശേഷതകളാണ് എഴുതാൻ പറ്റുന്നതെന്ന് നോക്കാം. അവരുടെ സ്കൂളിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇനമായിരുന്നു വടംവലി മത്സരം. എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. ഭിന്നശേഷി പരിഗണന നൽകിയതിനാൽ ആരും ഒഴിവാക്കപ്പെട്ടില്ല. കൊയാബാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്നു. ഇനി നമുക്ക് 3ാം ഗ്രൂപ്പിൻ്റെ റിലേ മത്സരത്തെക്കുറിച്ച് എന്തൊക്കെ സവിശേഷതകൾ എഴുതാനുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. കൂടുതൽ ദൂരം ഓടി തളരേണ്ടതില്ലാത്ത വിധം ക്രമീകരിച്ചു. ഒറ്റനോട്ടത്തിൽ നിസാരമെന്ന് തോന്നുന്നതിനാൽ എല്ലാവരും പങ്കെടുത്തു. കളി നിയമങ്ങൾ ഉണ്ടായിരുന്നു. കളിക്കുന്നവർക്കും കളി കാണുന്നവർക്കും ഒരുപോലെ രസകരമായിരുന്നു. ഭിന്നശേഷിയുള്ളവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു. മത്സരവേദി കുട്ടികൾക്ക് സുപരിചിതമായിരുന്നു. ഇടുങ്ങിയ പടവുകളിലൂടെ വേഗത്തിൽ ഓടാനുള്ള കഴിവ് പരിശോധിക്കുന്ന കളിയായിരുന്നു അത്. ഗ്രൂപ്പ് 4 സമ്മാനം. അതിൽ എന്തൊക്കെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. നാട്ടിൽ നിന്ന് ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളായിരുന്നു സമ്മാനമായി നൽകിയത്. ഇത് ചെലവ് കുറയ്ക്കാൻ സഹായിച്ചു. മത്തങ്ങ, ചേന, ചീര എന്നിവ സമ്മാനമായി ലഭിച്ചത് വീട്ടുകാർക്കും സന്തോഷമായി. 4 ഗ്രൂപ്പുകാരും അവർക്ക് കിട്ടിയത് അവതരിപ്പിക്കണം. അതിനുശേഷം ഈ 4 ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ഇതിൻ്റെ മൊത്തം സവിശേഷതകൾ, അതായത് ഈ എല്ലാ കളിയുടെയും കൂടി മൊത്തം സവിശേഷതകൾ എഴുതണം. അതിവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. മറ്റ് സ്കൂളിൽ നടത്തിയിരുന്ന പൊതു ഇനങ്ങൾ മുഴുവൻ ടോമോയിലെ സ്കൂളിൽ നടത്തിയിരുന്നില്ല. അവരുടെ സ്കൂളിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇനങ്ങളാണ് ആ സ്കൂളിൽ നടത്തിയത്. സ്കൂളിൽ നിന്നും ലഭ്യമായ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച കളി ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഭിന്നശേഷിയുള്ളവരുൾപ്പെടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ഒറ്റനോട്ടത്തിൽ നിസാരമാണ്, ജയിക്കാൻ പറ്റും എന്ന് തോന്നിയതിനാൽ എല്ലാവരും പങ്കാളികളായി. വാശിയും മത്സരബുദ്ധിയും ഉണ്ടാക്കുന്ന കളികളായിരുന്നു അവിടെ നടന്നത്. ഹെഡ് മാസ്റ്ററും അധ്യാപകരും കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്നു. കളിക്കുന്നവർക്കും കളി കാണുന്നവർക്കും ഒരുപോലെ രസകരമായിരുന്നു. സമ്മാനമായി വിതരണം ചെയ്ത മത്തങ്ങ, ചേന, ചീര എന്നിവ വീട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾക്കും സന്തോഷമുണ്ടായി. സ്കൂളിലെ മത്സരം വീട്ടിലെ സന്തോഷമായി മാറി. അടുത്ത ചോദ്യം നോക്കാം. ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ.
അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൊയ്യാബാഷി മാസ്റ്റർ ഓടാനും ചാടാനും പറ്റുന്നവരും അംഗവൈകല്യം വന്നിട്ട്, അതായത് ഭിന്നശേഷിയുള്ളവർ, ഓടാൻ പറ്റാത്തവർ, ചാടാൻ പറ്റാത്തവർ, ഇങ്ങനെയൊക്കെയുള്ളവർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മത്സരം നടത്തിയത്. അതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതണം. ഞാനിവിടെ ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. എല്ലാ കളികളും ഒറ്റനോട്ടത്തിൽ ലളിതമാണെന്ന് തോന്നിയതിനാൽ വിജയം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എല്ലാ കുട്ടികളും പങ്കെടുത്തു. ഭിന്നശേഷിക്കാർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ രൂപകൽപ്പന ചെയ്തു. ഭിന്നശേഷിയുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയാത്ത വടംവലി മത്സരത്തിൽ മത്സരം നിയന്ത്രിക്കുക, ജഡ്ജ് എന്നീ നിലകളിൽ ഭിന്നശേഷിയുള്ളവർക്ക് അവസരം നൽകി. ആരെയും ഒഴിവാക്കാതെയും മാറ്റി നിർത്താതെയും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന വിധത്തിലായിരുന്നു കൊബായാഷി മാസ്റ്റർ ടോമോ സ്കൂളിലെ കായികമേള നടത്തിയത്. രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ, ഇളകിയാടാൻ തുടങ്ങിയ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള കുറച്ച് പ്രയോഗങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. ഇത് പ്രയോഗങ്ങളാണ്. നമുക്ക് ഈ പ്രയോഗങ്ങളെയും അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ പ്രയോഗത്തിലുള്ള ആലങ്കാരിക അർത്ഥവും എന്ന് എഴുതി നോക്കാം. ഇളകിയാടുക, അതിലെ വാക്കുകളുടെ അർത്ഥം ഇളകി ആടുക. ആ രണ്ട് വാക്കുകളാണ്, അത് ഞാൻ ഇവിടെ പ്ലസ് ഇട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ആലങ്കാരിക അർത്ഥം, അതായത് പ്രയോഗത്തിലുള്ള അർത്ഥം ചലിക്കുക എന്നാണ്. വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുക, മുങ്ങിച്ചാകാൻ തുടങ്ങുക, ആ ഒരു അർത്ഥത്തിലാണ് ഈ പ്രയോഗമുള്ളത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആലങ്കാരിക അർത്ഥം ബുദ്ധിമുട്ടുക എന്നാണ്. അബദ്ധം പിണയുക, അമളി കൂടിക്കലരുക, അതാണ് ആ വാക്കുകളുടെ അർത്ഥം. പക്ഷെ വാക്കുകളുടെ അർത്ഥമല്ല, അതിൻ്റെ ആലങ്കാരിക അർത്ഥം കുഴപ്പത്തിൽ പെടുക എന്നാണ്. പരതി നടക്കുക, തപ്പുക, നടക്കുക, തപ്പി നടക്കുക. കണ്ണും നട്ട്, കണ്ണ് നടുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ദീർഘദൂരം, ദീർഘം ദൂരം, ദീർഘം എന്ന് പറഞ്ഞാൽ നീളമുള്ളത് എന്നാണ്. ഇവിടെ വളരെ ദൂരം എന്ന ആലങ്കാരിക അർത്ഥത്തിലാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. അടിയറവ്, അടി അറവ്, അതിൻ്റെ യഥാർത്ഥ അർത്ഥം തോൽവി സമ്മതിക്കുക എന്നാണ്. വീരനായകൻ, വീരൻ നായകൻ, പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥമല്ല നമുക്കിവിടെ വേണ്ടത്. യുദ്ധം ജയിച്ചവൻ എന്നാണ് അതിൻ്റെ ആലങ്കാരിക അർത്ഥം. നൊടി നേരം, നൊടി പ്ലസ് നേരം, പെട്ടെന്ന്. ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രയോഗത്തിൽ വാക്കുകളുടെ അർത്ഥത്തിന് യാതൊരു സ്ഥാനവുമില്ല. പക്ഷേ വാക്കുകളുടെ അർത്ഥമല്ലാതെ മറ്റൊരു അർത്ഥമാണ്. അതിന് നമ്മൾ ആലങ്കാരിക അർത്ഥം അല്ലെങ്കിൽ പ്രയോഗത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നു. ഇത്തരം വാക്കുകളുടെ ഗ്രൂപ്പിനെ പ്രയോഗം എന്നാണ് മലയാള ഭാഷയിൽ പറയുന്നത്. ഈ പാഠത്തിൽ ധാരാളം പ്രയോഗങ്ങളുണ്ട്. മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക. ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു, അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ രണ്ട് പദങ്ങൾ ചേർന്ന് ഒറ്റ വാക്കായി മാറിയിരിക്കുകയാണ്. ഇതിനെ നമുക്ക് പ്ലസ് ചിഹ്നം ഇട്ട് ഒന്ന് എഴുതി നോക്കാം. ഒരു പ്ലസ് അപൂർവത. മൂന്ന് കാലിൽ, മൂന്ന് പ്ലസ് കാലിൽ. ഉണ്ടായിരുന്നു, ഉണ്ട് പ്ലസ് ആയിരുന്നു. കായികമേള, കായിക പ്ലസ് മേള. ചാടിക്കടക്കാൻ, ചാടി പ്ലസ് കടക്കാൻ. ഊഴം അവസാനിച്ചു, ഊഴം പ്ലസ് അവസാനിച്ചു. നമ്മളിങ്ങനെ പിരിച്ച് എഴുതുമ്പോൾ പൂർണ്ണ അർത്ഥം വരുന്ന വിധത്തിൽ വേണം എഴുതാൻ. ഊഴം അവസാനിച്ചു എന്നുള്ളത് ഊഴമ പ്ലസ് വസാനിച്ചു എന്ന് ചില കുട്ടികൾ ഇപ്പോഴും എഴുതി കാണാറുണ്ട്. ഇത് നമ്മൾ 4-ലൊക്കെ പഠിച്ചിട്ടുണ്ട്, 3-ലും 4-ലും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പൂർണ്ണ അർത്ഥം വരുന്ന വിധത്തിലാണ് പിരിച്ചെഴുതേണ്ടത്. ഇതേപോലെ തന്നെ നമ്മളിതിനെ ചേർത്തെഴുതാനും കൂടി പഠിക്കേണ്ടതാണ്. ചേരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കായികമേളയ്ക്ക് പ്ലസ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നിച്ചാണ് എഴുതേണ്ടത്. കായികമേളയ്ക്കുണ്ടായിരുന്നു. മൂന്നുകാലിൽ പ്ലസ് ഓട്ടം. അത് നമ്മൾ മൂന്നുകാലിൽ ഓട്ടം എന്ന് വിട്ട് എഴുതിയാൽ അത് വൃത്തികേടായി വരും. അതുകൊണ്ട് നമ്മളത് ചേർത്ത് എഴുതണം. മൂന്നുകാലിൽ ഓട്ടം. ഒന്നാമൻ പ്ലസ് ആയതിനാൽ, അത് നമ്മൾ ഒന്നാമൻ ആയതിനാൽ എന്നിങ്ങനെ ഓരോരോ വാക്കുകളായി പിരിച്ചെഴുതാൻ പാടില്ല. നമ്മൾ കുറിപ്പുകളൊക്കെ എഴുതുമ്പോൾ ഒന്നാമൻ ആയതിനാൽ എന്ന് ചേർത്ത് എഴുതണം. സ്വീകരിക്കാൻ പ്ലസ് എത്തിയ, സ്വീകരിക്കാൻ എത്തിയ. നമുക്ക് ടോട്ടോചാൻ എന്ന് പറയുന്ന ആ കൃതിയെ ഒന്ന് പരിചയപ്പെടാം. തെത്സുകോ കുറോയാനഗി ജാപ്പാനീസ് ഭാഷയിൽ രചിച്ച കൃതിയുടെ മലയാള തർജ്ജമയാണ് ടോട്ടോചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി. ആ കൃതിയിൽ ടോട്ടോചാൻ എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. ആ കുട്ടി 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത ഒരു കൃതിയാണിത്. മലയാളത്തിൽ ഈ പുസ്തകം തർജ്ജമ ചെയ്തത് അൻവർ അലി ആണ്.
ടോട്ടോച്ചാൻ എന്ന കുട്ടി പഠിക്കുന്ന ടോമോ സ്കൂളിലെ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. രസകരമായ ഒരു പുസ്തകമാണിത്. കേരളത്തിലെ എല്ലാ സ്കൂൾ ലൈബ്രറിയിലും ഈ പുസ്തകമുണ്ട്, നിങ്ങളുടെ ലൈബ്രറിയിലുമുണ്ട്. ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കണം. ടോട്ടോച്ചാൻ എന്ന കഥാപാത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടോട്ടോച്ചാൻ എന്ന കഥാപാത്രം തെത്സുഗോ കുറോയാനുകി എന്ന ജാപ്പാനീസ് എഴുത്തുകാരി രചിച്ച ടോട്ടോച്ചാൻ ജനാലക്കരികിലെ പെൺകുട്ടി എന്ന കൃതിയിലാണ് ഉള്ളത്. ആ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ടോട്ടോച്ചാൻ. തെത്സുഗോ കുറോയാനുകിയുടെ ആത്മകഥ തന്നെയാണ് ടോട്ടോച്ചാനിലൂടെ ഗ്രന്ഥകർത്താവ് പറയുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടോട്ടോയെ അവളുടെ വികൃതികൾ സഹിക്കവയ്യാതെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. അവളുടെ അമ്മ പിന്നീട് ടോമോ എന്ന സ്കൂളിൽ ചേർക്കുന്നു. ട്രെയിനിൻ്റെ ബോഗികൾ പോലെയുള്ള ക്ലാസ് മുറികൾ, കളിസ്ഥലം, കാട്, നീന്തൽക്കുളം, ആ സ്കൂൾ കുഞ്ഞു ടോട്ടോയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഹെഡ് മാസ്റ്റർ കൊബായാഷി മാസ്റ്റർ, കൂട്ടുകാർ, ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ടോട്ടോച്ചാൻ്റെ കഥയാണ് ഈ പുസ്തകം. ഇനി നമുക്ക് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചെഴുതുക. നമ്മളുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 22 പദപരിചയം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പാഠത്തിൻ്റെയും ഈ യൂണിറ്റിലുള്ള എല്ലാ വാക്കുകളും, പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രമീകരിച്ച് എഴുതി നോക്കണം. ക്രമീകരിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ ABCD ക്രമം, അതായത് മലയാള ഭാഷയിലാണെങ്കിൽ അ, ആ, ഈ സ്വരാക്ഷരങ്ങൾ, അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾ ക, ഖ, ഗ, ഘ, ങ, ആ ക്രമത്തിന് ആദ്യം വരുന്ന വാക്കുകൾ ആദ്യം എന്ന ക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത്. അതിനാണ് ക്രമീകരിച്ച് എഴുതുക എന്ന് പറയുന്നത്. അക്ഷരമാല അറിയാത്തവർക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മളുടെ പാഠപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പേജിൽ കുറിപ്പുകൾ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നല്ല വൃത്തിയിലൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് ആ അക്ഷരമാല ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ച് എഴുതാൻ സാധിക്കും. എല്ലാ പാഠത്തിലെയും വാക്കുകൾ ഇതേപോലെ ക്രമീകരിച്ച് എഴുതി പഠിക്കുന്നത് നല്ലതാണ്. പരീക്ഷാ സമയത്ത് ഇതേപോലെയുള്ള കുറച്ച് വാക്കുകൾ തന്നിട്ട് അതിനെ ക്രമീകരിച്ച് എഴുതാൻ പറയും. അപ്പോൾ നമുക്കിതിനെ ക്രമീകരിച്ച് എഴുതാം. ആദ്യം ആ കൊണ്ടുള്ള വാക്കാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കിവിടെ അടിയറവുണ്ട്. ആ കൊണ്ടുള്ള വേറെ വാക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അടിയറവ് എഴുതാം. രണ്ടാമത്തത് ആയാണ്, അതില്ല. പിന്നെ ഈ ഇല്ല. പിന്നെ എ ആണുള്ളത്. എയിലും ഒരു എ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എടുപ്പ് എഴുതാം. അടുത്ത് എ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വരാക്ഷരങ്ങളൊന്നുമില്ല, പിന്നെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. ക, ഖ, ഗ, ഘ, ങ. കാ കൊണ്ടുള്ള വാക്കുണ്ട്, കാ കൊണ്ടുള്ള 2 വാക്കുണ്ട്, കടമ്പകളുമുണ്ട്, കുരുടിച്ച. അപ്പോൾ ഏതാണ് ആദ്യം എഴുതേണ്ടതെന്ന് നോക്കാം. അപ്പോൾ കാ കൊണ്ടുള്ള ആദ്യ വാക്ക് നമ്മൾ ക, കാ, കി, കീ, കു എന്നാണ് വരിക. അപ്പോൾ കാ കൊണ്ടുള്ള വാക്കാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇവിടെ കു രണ്ടാമതാണ് വരേണ്ടത്. അപ്പോൾ കാ കൊണ്ടുള്ള വാക്ക് നമ്മൾ നോക്കി അതിലെ ആദ്യത്തെ വാക്ക് നോക്കുക. ഇപ്പോൾ കാ കൊണ്ടുള്ളതാണ് 2 വാക്കും എന്ന് വിചാരിക്കുക. ഇപ്പോൾ കുരുടിച്ച എന്ന് പറഞ്ഞാൽ കരുടിച്ച എന്നൊരു വാക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 2ഉം കാ കൊണ്ടാണ്. അപ്പോൾ ഏതെഴുതും? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്ഷരമാണ് നോക്കേണ്ടത്. രണ്ടാമത്തെ അക്ഷരത്തിൽ പിന്നീട് വരുന്ന വ്യഞ്ജനാക്ഷരം ഏതാണ്? ഡായും രൂയുമാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്ന വാക്ക് ഏതാണെന്നാണ്, ആ ക്രമത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ കടമ്പകൾ ആദ്യം എഴുതി, പിന്നീട് കുരുടിച്ചത്. പിന്നീട് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ആദ്യത്തെ വാക്ക് ചായാണ്, ചുമതല. അടുത്തത് മായാണ്, അതിൽ മിന്നൽ വേഗത്തിൽ എഴുതാം. പിന്നെ ദി, ദ, ത, ത, ദ, ഥ, ന. അപ്പോൾ ദിഗ്ഭ്രമം എഴുതി. പിന്നെ അവസാനം സൂക്ഷ്മമായ യാര, ലാവ, ശ, ഷ, സ. സ എന്നുള്ള അക്ഷരമാണ് സൂക്ഷ്മമായ. ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഇനി ടോട്ടോച്ചാൻ എന്ന് പറയുന്ന കൃതിയിലെ കുറച്ച് പേജ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നവംബറിലെ കായികമേള എന്ന് പറഞ്ഞ ആ ഒറിജിനൽ പുസ്തകത്തിലുള്ള ഒരു പേജാണ്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ടോട്ടോച്ചാൻ എന്ന് പറയുന്ന കൃതി എങ്ങനെയാണ് തുടങ്ങുന്നത്? ആദ്യ അധ്യായത്തിൻ്റെ ഒരു പേജ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.